ചേരുന്നുണ്ട്. ജേസൺ മുമ്പൊരു കാര്യത്തിൽ കൃത്യമായി വിശദീകരണം നൽകാനും സാധിക്കും. ജേസൺ, ഈ രണ്ട് പ്രതികളുടെ അകത്ത് മുമ്പ് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് പറയുന്നുണ്ട്, സുധീഷും മിഥുനും അല്ലേ? അവരുടെ എങ്ങനെയാണ് അവർ ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്തേക്ക് പോയൊരു പശ്ചാത്തലം എന്തായിരുന്നു? ഈ പറയുന്ന രണ്ടാളുകൾ നേരത്തെ RSSൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. അതിനുശേഷം ഡിവൈഎഫ്ഐയിലേക്ക് അവർ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ചില തർക്കങ്ങളുടെ ഭാഗമായിട്ട് അവർ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് വീണ്ടും തിരിച്ച് RSSലേക്ക് പോയി. ഇതാണ് അവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ RSSൻ്റെ നേതാവായിട്ടുള്ള ആളാണ് ഇവരെ നയിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കകത്തെല്ലാം ഈ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതും പോലീസ് കേസ് ഉൾപ്പെടെ ഈ പഞ്ചായത്തിൽ അവർക്കുണ്ടാകുമ്പോൾ സഹായിക്കുന്ന ആളും ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന കൊലപാതകം നടത്തിയ ആളാണ് ഈ പറയുന്ന രണ്ടാളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗോഡ് ഫാദർ പോലെ പ്രവർത്തിക്കുന്നത്. നിലവിൽ അവർക്കാണെങ്കിൽ ഡിവൈഎഫ്ഐയുമായിട്ട് ബന്ധമൊന്നുമില്ല. നേരത്തെ ഒരു തവണ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കൺവെൻഷൻ നടത്തിയപ്പോൾ RSSൽ നിന്ന് വന്ന പശ്ചാത്തലത്തിൽ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് ഇതിലൊരാളെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പിന്നീട് ആ ആൾ തിരികെ RSSൽ തന്നെ പോവുകയും ചെയ്തു.